Another dose of fun and flair awaits you. Enjoy Skate by Sri Arun and team. സുഗുണൻ സാർക്ക് എന്താ ആകെ ഒരു ടെൻഷൻ പോലെ? ഈ മാസത്തെ ടാർഗറ്റ് ആയിട്ടില്ലാന്നേ. ഇനി 20 പെറ്റി കേസ് കൂടെ ആയാലും ശരിയാവും. നമ്മുടെ SI ആരാന്നറിയാലോ? ഇന്ദു കലാധരൻ സാറാണ്. സ്ക്രാച്ചിങ്ങിന് ആളെ കഴിഞ്ഞേ ആരും പറയും പോലെ സാർ എത്താൻ സമയമായല്ലോ. എത്തും. ദേശീയപാത വഴിയാണല്ലോ സാറിന്റെ വരവ്. ഇവിടെ എത്തിന്ന് പറയാം. സാർ എത്തി. അയ്യോ, സാറിന്റെ കാലിനെന്ത് പറ്റി? രാവിലെ ഞാൻ നമ്മുടെ റോഡിലൂടെ നടക്കാൻ പോയതാണ്. മേൽപ്പാലത്തിൽ കയറിയത് മാത്രം ഓർമ്മയുള്ളൂ. അങ്ങനെ. അത് പോട്ടെ, തന്റെ ടാർഗറ്റ് ഒക്കെ എന്തായി? അത് ഒന്നും ആയില്ല സർ. ഇനി എപ്പാവാനാണ്? അതിനെങ്ങനെയാ? പരിചയക്കാരെ കണ്ട അപ്പ വെറുതെ വിടുമല്ലോ. നമ്മൾ ആദ്യം പിഴിയേണ്ടത് നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയാണ്. താൻ ആ വിനീഷിനെ കണ്ടുപിടിക്കും. അവന്റെ വീട്ടുകാരെ മുഴുവൻ പെറ്റി കേസിൽ പെടുത്തിയിട്ടുണ്ട്. തൃക്കാവടി ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് മാതൃക പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ഇവിടുത്തെ SI ഇന്ദു കലാധരൻ സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയ്ക്ക് ആദർശധീരനും കർമ്മനിരതനുമായ ഒരാൾ ഇല്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. സാർ അങ്ങയുടെ ആരാധകരോട് സാർക്ക് എന്താണ് പറയാനുള്ളത്? അത് പിന്നെ അദ്ദേഹത്തിന് സന്തോഷം കാരണം വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സാറേ, ഒരു ചോദ്യം കൂടെ. രാജ്യം ഇപ്പോൾ ഭീകരാക്രമണം നേരിടുകയാണല്ലോ, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ, നമ്മളോട് പേടിക്കാതിരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥനോടും ഇനി നമുക്കൊന്ന് സംസാരിക്കാം. സാർ, പുരുഷ കമ്മീഷൻ രൂപീകരിച്ചതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതെ, അദ്ദേഹം വളരെ നല്ല മറുപടിയാണ് പറഞ്ഞത്. നമ്മൾ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആള് വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സാർ, ഒരേ ഒരു ചോദ്യം കൂടെ. നമ്മുടെ തവളക്കുഴി പഞ്ചായത്തിൽ IPL മത്സരം നടത്തുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അവനെ അറസ്റ്റ് ചെയ്യ സാറേ. നിർത്തടാ, നിനക്ക് തോന്നിയത് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞാണെന്ന്. ഇങ്ങനെയാണ് ചാനലിൽ നിന്നും ചെയ്യാൻ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ആക്കി പറഞ്ഞാലേ ചാനൽ റേറ്റിംഗ് കൂടുള്ളൂ. ഇനി നീ ഇത് ആവർത്തിച്ച നീ ശരിക്കും തൃക്കാവടി എടുക്കും. പൊക്കോടുന്ന്. സുഖു, മാതൃക. എന്താ കാര്യം? സാറൊരു വഴിപ്രശ്നം പറയാനുണ്ടായിരുന്നു. വൈബ്രേഷനോ? എന്റെ സാറേ, വഴിപ്രശ്നം. എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി ഇല്ലാതെയാക്കി സാർ. എന്നിട്ട് ആരാണവൻ? ഇതൊരു തീരുമാനമാക്കാൻ വേണ്ടി ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എന്റെ അച്ഛനാണ്. സ്വന്തം അച്ഛനെതിരെയാണോടാ നിന്റെ പരാതി? സുഖു, നോ, നമ്മളിപ്പോ മാതൃക സ്റ്റേഷൻ. അച്ഛനോട് വരാൻ പറ. ഈ ഗോവയിലേക്ക് ടൂർ പോകാനൊക്കെ ഇപ്പൊ ആരെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? ആരത്? അയ്യോ സാറേ, എന്റെ അച്ഛനാണ്. പുഷ്പൻ എന്നാണ് പേര്. സാറേ, ഇത് തന്ത വൈബല്ല, വൈബ് തന്തയാണ്. ഒരിക്കലും താഴത്തില്ലടാ, ഇത് പുഷ്പനാടാ. സാറേ, ഞാനാണ് മൂത്ത മകൻ. ആദ്യം കല്യാണം കഴിഞ്ഞ ആള് മാറി താമസിക്കണം എന്ന് പറഞ്ഞപ്പോ എന്റെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് മാറി താമസിച്ചാളാണ് എന്റെ അച്ഛൻ. എന്നിട്ട് എന്റെ വഴിയും അടച്ചു. നിങ്ങൾ എന്താ മകന് വഴി കൊടുക്കുന്നില്ല പറഞ്ഞത്? 56 വർഷമായി സാറേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു സിഗരറ്റും ഇല്ലടാ. റിഗ്രറ്റും ഇല്ലടാ. പിന്നെ ഇപ്പൊ ഇവന്റെ വഴിയും മുടക്കി ഞാൻ ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിൽക്കുന്നുണ്ടേ. ഈ പുഷ്പൻ പഴയ പുഷ്പൻ തന്നെയാടാ. ഇത് എന്റെ കഥയാടാ. ഇതിലെ നായകൻ ഈ പുഷ്പനാടാ, പുഷ്പൻ. ഇത് എന്റെ സ്റ്റേഷനാടാ. ഇവിടത്തെ നായകൻ ഞാനാണോടാ, സബ് ഇൻസ്പെക്ടർ ഇന്ദു കലാധരൻ. ഇനി നീ എങ്ങാനും സിനിമാ ഡയലോഗ് അടിക്കലും തെറിപ്പാട്ട് പറയലും ഉണ്ടായെന്ന് കേട്ടാ ഈ ജനമൈത്രിയൊക്കെ ഞങ്ങളങ്ങ് മറക്കും. മനസ്സിലായി സാറേ. വാ മോനെ, പോവാ. ലക്ഷത്തിലൊന്നേ കാണൂ. ലക്ഷത്തിലല്ലെങ്കിൽ ഒന്നല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ പൂജയാണല്ലോ. ഫോണ്. ഹലോ, സുഗുണൻ സാറല്ലേ? അതെ, കോൺസ്റ്റബിൾ സുഗുണബാലൻ ഹിയർ. ഇവിടെ ഒരുത്തൻ തട്ടലും മുട്ടലും പെണ്ണുങ്ങളെ. നിങ്ങൾ രക്ഷിക്കൂ, വേഗം വന്ന്. അവനെ കൊണ്ടുവരൂ, പിടിച്ചു കെട്ടി ശരിയാക്കാം അവനെ ഞാൻ. എന്താ സുഗുണ? കൂടുന്നു പൂവാല ശല്യം നാട്ടിൽ. ഇതെന്താ മൊഴിമാറ്റ സിനിമയാണ്? ഓരോ കേസ് കെട്ടുകൾ വന്നോളും. സാറേ, പിടിക്കണം. പിടിച്ചു. എന്താ കാര്യം? അയ്യോ, ഇതല്ല, എന്നെ വിട്ടിട്ട് അവരെ പിടിക്കണം സാറേ. ആരെ? ഞാൻ ഓൺലൈൻ വഴി ലോൺ എടുത്ത്. നന്നായി പോയി. നിങ്ങളൊന്നും എത്ര കൊണ്ടാലും പഠിക്കില്ല. സർക്കാരും പോലീസും ബാങ്കും എല്ലാരും പറയാറുണ്ട് ഇതിൽ ചെന്ന് പടരുതെന്ന്. അല്ല, എന്നിട്ട് എന്താ ഇപ്പൊ പ്രശ്നം? സാറേ, എനിക്ക് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ലോൺ എടുത്തത്. അവൾക്ക് വേണ്ടി ഞാൻ ലോൺ എടുത്ത് മുടിഞ്ഞ്. എന്നിട്ട് അവളുടെ ഭർത്താവിന്റെ കൂടെ ഗൾഫിൽ പോയി. അപ്പൊ സ്വന്തം ഭാര്യ അല്ല അല്ലേ? എന്നിട്ട് ഇപ്പൊ എന്താണ് പ്രശ്നം? ലോണൊക്കെ ഞാൻ അടച്ചു. പക്ഷെ കുറച്ചു ദിവസം മുന്നേ അവർ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഇനിയും പൈസ അടയ്ക്കാനുണ്ടത്രേ. അല്ലെങ്കിൽ എന്റെ മോർഫ് ചെയ്ത ഫോട്ടോ നാട്ടുകാരെ കാണിക്കുമെന്ന്.
സാറേ സാറേ ഇതേ കണ്ടോ? എവിടെ നോക്കട്ടെ? എവിടെ ഞാൻ നോക്കട്ടെ? വേണ്ട വേണ്ട സാറേ, വേണ്ട സാറേ. അയ്യോ സാറേ, ഇത് എന്റെ അല്ല, എന്റെ ഇങ്ങനത്തെ അല്ല. ഇതൊന്ന് ശരിയാക്കി തരണം. പിന്നെ നിന്റെ ഇത് ശരിയാക്കാനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സാറേ ചൂടാവലെ മാതൃക. ഓ ഞാൻ മറന്നു സോറി താങ്ക് യു സുഹൃത്തെ, ഇത് ഇവിടെയല്ല പറയേണ്ടത്. മുകളിൽ ഒരു സ്ഥാപനമുണ്ട്, സൈബർ സെൽ എന്ന് പറയും. അവിടെ പോയി പറയണം കേട്ടാ. വെറുതെ എന്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്ത്. ദോ ആരാ വരുന്നത് കണ്ടോ? സാറേ, എന്നെ അറിയാലോ അല്ലേ? എംപുരാൻ. ഞാനൊരു പരാതി പറയാൻ വന്നതാണ്. അയ്യോ എംപുരാൻ സാർ, ഞങ്ങളൊക്കെ എംപുരാൻ സാറിന്റെ കട്ട ഫാൻസ് ആണ്. ഞാൻ SI ഇന്ദു കലാധരനെ അറിയാലോ അല്ലേ? ഞാൻ സുഗുണൻ. പറയൂ സാർ. 5 ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞ് ആകെ 5 ഡയലോഗ് തന്നുള്ളൂ ആ ഡയറക്ടർ. ഇത് ശരിയാണോ മോനെ? ഞാൻ എന്റെ അച്ഛനെ പോലും മോനെ എന്നാണ്. നിങ്ങളൊക്കെ ഏത് യൂണിവേഴ്സിലാണ്? ഞാൻ കേരള യൂണിവേഴ്സിറ്റി, സാർ MG യൂണിവേഴ്സിറ്റി. അതല്ല, ഏത് ലോകത്താണെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയൂ. എംപുരാൻ സാർ വിഷമിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ സംവിധാനം വിളിക്കാം. ഹലോ ഡയറക്ടർ സാർ, ഇത് സബ് ഇൻസ്പെക്ടർ ഇന്ദുകലാധരനാണ്. സാർക്കെതിരെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ നമ്മുടെ എംപുരാൻ വന്നിട്ടുണ്ട്. സിനിമയിൽ ഡയലോഗ് കുറവായിരുന്നു എന്നാണ് എംപുരാൻ സാറിന്റെ പരാതി. സാർക്ക് എന്താണ് പറയാനുള്ളത്? സർ, ആക്ച്വലി ഞാൻ പറഞ്ഞത് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. 5 ഡയലോഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അത് 5 ഡയലോഗ് എന്നാണ് കേട്ടത്. പകരം ഞാൻ ഷൂട്ടിംഗ് എന്ന പേരിൽ എത്ര രാജ്യങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി. മോനെ, രാജ്യങ്ങൾ കാണാനാണെങ്കിൽ ആ സഫാരി ചാനൽ വെച്ചാ പോരെ? വെറുതെ ഈ വയസ്സാക്കാലത്ത് എന്നെ ബുദ്ധിമുട്ടിക്കണോ? മിസ്റ്റർ ഡയറക്ടർ, നിങ്ങൾ അടുത്ത ഭാഗത്തിൽ എങ്കിലും ഇദ്ദേഹത്തിന് ശരിക്കുള്ള 5 ഡയലോഗ് കൊടുക്കണം പ്ലീസ്. ലാലേട്ടൻ വിഷമിക്കണ്ട, ഇതുകൊണ്ടൊന്നും പോകുന്നതല്ല, ഞങ്ങളുടെ മനസ്സിൽ നിന്നും. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. സാറേ, ഒരു സ്കൂൾ കുട്ടി വന്നിട്ടുണ്ട് പരാതി പറയാൻ. വരാൻ പറ സുഗുണ, ഇതാണ് നമുക്ക് വേണ്ടത്. പേടിക്കാതെ കൊച്ചു കുട്ടികൾ പോലും കയറി വരണം. അതെ, സർക്കാർ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമുക്ക് അവനൊരു മൈസൂർ ശ്രീ വാങ്ങി കൊടുത്താലോ? അതെന്താ സാധനം? അല്ല, മൈസൂർ പാക്ക്. ഇപ്പൊ പാക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് മൈസൂർ ശ്രീ എന്നാക്കിയത്. സാറേ, എനിക്കൊരു പരാതി പറയാനുണ്ട്. എന്താണ് പരാതി? ഞാനൊരു വിദ്യാർത്ഥിയാണ്. അതാണോ നിന്റെ പരാതി? അതല്ല, എനിക്ക് അമ്മയില്ല. ഞാനും അച്ഛനും ഒരുമിച്ചൊരു വീട്ടിലാണ് താമസം. എനിക്ക് അച്ഛനും ഞാനും. നിനക്ക് അച്ഛൻ മാത്രമല്ല, ഇനി ഞാനും ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ഇന്ദു കലാധരൻ. പറ മോനെ. അങ്ങനെ എന്നെ +2 പുതിയ നല്ലൊരു സ്കൂളിലേക്ക് അച്ഛൻ ചേർത്തു. സ്കൂളിന്റെ അടുത്ത് നല്ലൊരു മിഠായി കടയുണ്ട്. അതങ്ങനെയാണ്. സ്കൂളിനടുത്ത് എപ്പോഴും അങ്ങനെ നല്ലൊരു മിഠായി കട ഉണ്ടാവും. സാറേ, ആ മിഠായി കടയിൽ കിട്ടുന്നൊരു പുളിമുട്ടായിണ്ട്. എന്നാ ടേസ്റ്റാണ്. തേൻമിഠായി കാണാൻ ടേസ്റ്റ്. പുളിമുട്ടായി, പുളിമുട്ടായി. എന്താ സാറേ ഇത്? ശരി, നീ വന്ന കാര്യം പറ. ഞാനൊരു വിദ്യാർത്ഥിയാണല്ലോ. എന്നും രാവിലെ ഞാൻ സ്കൂളിൽ പോകും, കടയിൽ നിന്ന് മിഠായി വാങ്ങും, വീട്ടിൽ വരും. സ്കൂളിൽ പോവും, മിഠായി വാങ്ങും, വീട്ടിൽ വരും. സ്കൂളിൽ പോവും, മിഠായി വാങ്ങും, വീട്ടിൽ വരും. സ്കൂളിൽ പോവും, മിഠായി വാങ്ങും, വീട്ടിൽ വരും. സാറേ, എന്നിട്ട് ഇന്ന് എനിക്ക് മിഠായി വാങ്ങിക്കാൻ അച്ഛൻ പൈസ തന്നില്ല. സുഗുണ, പാവൻ കുട്ടി, ഞാൻ വേണം പൈസ തരാം. ഞാനൊരു വിദ്യാർത്ഥിയാണല്ലോ, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ നേരെ അടുക്കളയിൽ പോയി വെട്ടുകത്തി എടുത്ത് അച്ഛനെ തലകും വിലകും വെട്ടി. നിനക്കെന്താ അച്ഛൻ പൈസ തരില്ല എന്ന് പറയാൻ കാരണം? ആ മിഠായി കഴിക്കാൻ പറ്റില്ല അത്രേ. എന്തോ MAMD എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. സാറേ, MDMA. സാർ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ശരി മോനെ. എനിക്ക് സ്കൂളിൽ പോകണം, ഞാനൊരു വിദ്യാർത്ഥിയാണല്ലോ. സാറേ, സാർ എന്തിനാ അവനെ വെറുതെ വിട്ടത്? അവൻ പ്രതിയല്ലേ, അറസ്റ്റ് ചെയ്യണ്ടേ? എന്നിട്ട് വേണം അവൻ എന്നെ വെട്ടാൻ. ബുദ്ധിയും ബോധമില്ലാത്ത പിള്ളേരാണ്. സാറേ, നമ്മുടെ ഭാവി തലമുറ ലഹരിയുടെ കൈകളിലാണ്. എത്ര സ്ഥലത്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനിയും നമ്മൾ കയ്യും കെട്ടി കണ്ണടച്ച് നിൽക്കുന്നത് ശരിയല്ല സാർ. നമ്മൾ എങ്ങനെ ഇത്? ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് നമ്മൾ എടുക്കണം. എല്ലാവരെയും നന്നായി ബോധവൽക്കരിക്കണം. ലഹരിയെ ഈ നാട്ടിൽ നിന്നും തുടച്ചു നിൽക്കാൻ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്.